ഹലോ ഗൈസ് ഞാൻ കോമിക്കേരള. സോ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷീ ഹൾക്കിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലിപ്പ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മുമ്പ് ഇറങ്ങിയ ഒരു ഫാൻ തിയറീസ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. സോ ഗൈസ് അതിനെ പറ്റിയ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഗൈസ് ഇപ്പോൾ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാർവൽ ഫാൻസുകളുടെ ഏറ്റവും വലിയൊരു ശാപമാണ് ഹൾക്ക് ഫാൻസിൻ്റെ. ഹൾക്കിനെ ഇവന്മാർ MCUയിൽ കോമഡി പീസായിട്ട് മാത്രമാണ് ഈ ഒരു 10 വർഷം അവന്മാർ കാണിച്ചുകൊണ്ടിരുന്നത്. ആകെപ്പാടെ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്നൊരു മൂവിയിൽ മാത്രമാണ് ഹൾക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തത്. ബാക്കിയുള്ള മൂവീസിലെല്ലാം ഹൾക്കിൻ്റെ ഒരു കോമഡി പീസ് മാത്രമാണ് ആയിക്കൊണ്ടിരുന്നത്, ജസ്റ്റ് ലൈക്ക് ഒരു ജോക്കർ. എന്നാൽ കുറച്ച് നാൾ മുമ്പ് ഒരു ഫാൻ തിയറി ഉണ്ടായിരുന്നു, നമ്മുടെ ഷീ ഹൾക്ക് TV സീരീസിൽ തന്നെ നമ്മുടെ ഹൾക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഹൾക്ക് ഒരു വേൾഡ് വാർ ഹൾക്കായി മാറുമെന്ന്. ഇപ്പോൾ ഇറക്കിയ ഒരു ലേറ്റസ്റ്റ് ക്ലിപ്പിൽ തന്നെ അതിനൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. സോ ഗൈസ് അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാർ സീൻ്റെ തുടക്കം തന്നെ നമ്മുടെ ബ്രൂസ് ബാനറും ജെന്നിഫർ വാട്ടേഴ്സും തമ്മിൽ സംസാരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത്. സോ ഗൈസ് അതിൽ നമ്മുടെ ജെന്നിഫർ വാട്ടേഴ്സ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയെ പറ്റിയാണ് ടോപ്പിക് ഇടുന്നത്. ആ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ വെർജിനെ പറ്റിയാണ്. അത് എങ്ങനെ നഷ്ടപ്പെട്ടോ ആയോ ഇല്ല എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. സോ ഗൈസ് അപ്പോൾ ഈ ഒരു യാത്രയുടെ ഒടുവിലാണ് നമ്മുടെ ഷീ ഹൾക്കിന് തൻ്റെ പവർ കിട്ടുന്നത്. അത് നമുക്ക് ഈ സീൻ കണ്ടാൽ അറിയാം. സോ ഗൈസ് അത് നമുക്ക് വിടുക, നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൂസ് ബാനറും ജെന്നിഫർ വാട്ടേഴ്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന വഴി തന്നെ ഇവരുടെ കാറിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്പേസ്ഷിപ്പ് വന്ന് ഇറങ്ങുന്നുണ്ട്. സോ ഗൈസ് ആ ഒരു സ്പേസ്ഷിപ്പിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് നമുക്ക് ഏകദേശം അറിയാം, നമ്മൾ തോർ റാഗ്നറോക്ക് മൂവി കണ്ട സർക്കാരിലുള്ള ഒരു സ്പേസ്ഷിപ്പ് ആയിട്ട് നമുക്ക് തോന്നും. സോ ഗൈസ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ എന്തുകൊണ്ടാണ് ഈ സ്പേസ്ഷിപ്പ് ഇവരുടെ കാറിൽ വന്ന് മുമ്പിൽ നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നത് പോസിബിളി നമ്മുടെ ഹൾക്കിനെ തേടി ആയിരിക്കും ആ ഒരു സ്പേസ്ഷിപ്പ് വന്ന് ഇറങ്ങി നിൽക്കുന്നത്. സോ ഗൈസ് ഇത് തന്നെ ഒരു വലിയൊരു ഹിൻ്റാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹൾക്കിനെ തേടി തന്നെ ഹൾക്കിൻ്റെ മകൻ സ്പേസ്ഷിപ്പ് വന്ന് ഇറങ്ങാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. കാര്യം കോമിക്സിലുള്ള വേൾഡ് വാർ സ്റ്റോറി ലൈനും MCUയിലുള്ള ഹൾക്കിൻ്റെ സ്റ്റോറി ലൈനും നല്ലൊരു സാമ്യമുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ ഇൻസൈഡേഴ്സ് പല റിപ്പോർട്ട് തന്നിട്ടുണ്ട് വേൾഡ് വാർ ഹൾക്ക് എന്നൊരു മൂവി ഷീ ഹൾക്കിൽ തന്നെ മാറാൻ ചാൻസ് കൂടുതലാണെന്ന്. സോ ഗൈസ് ഈ ഒരു സീൻ കണ്ടിട്ട് എനിക്ക് ഈ ഒരു സീരീസിൻ്റെ ഹൈപ്പ് നല്ല കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് സീരീസ് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുന്ന ചിലവർക്കും തോന്നിക്കാണും അതെങ്ങനെ ഹൾക്കിൻ്റെ മകനെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും, ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കും ഇവിടെ എന്ന് പറയാൻ എല്ലാവർക്കും തോന്നും. അത് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഗ്രാൻഡ് മാസ്റ്റർ ആവാൻ ചാൻസ് കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തോർ റാഗ്നറോക്ക് മൂവിയുടെ അവസാനം തന്നെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിനെ അവിടെയുള്ള ജനങ്ങൾ വളഞ്ഞു കൂടിയിട്ട് പഞ്ഞിക്ക് ഇട്ട് കാണും. അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരിക്കലും അവിടെ വരാൻ ചാൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നു കോമിക്സിനുള്ള പോലെ തന്നെ പുള്ളിക്കാരൻ്റെ മകനായിരിക്കും അവിടെ വരാൻ ചാൻസ് കൂടുതൽ. പിന്നെ കോമിക്സിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൾക്കിനെ ഇലുമിനാറ്റി ടീമാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാർ എന്നൊരു പ്ലാനിലോട്ട് അയച്ചത്. MCUയിൽ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൾക്കിനെ വെറുക്കപ്പെട്ടിട്ടാണ് അങ്ങോട്ട് വന്ന് ഇറങ്ങിയത് തന്നെ. ഇവിടെ ഭൂമി ചെന്നാൽ അവിടെ നിന്ന് ജനങ്ങൾക്ക് ആപത്തെന്ന് പറയുന്ന സർക്കാരിലോട്ട് വന്നത്. പിന്നെ അവിടെ നേരെ ഡയറക്റ്റ് ആസ്കാർഡിലോട്ട് പോയതും അത് വേറൊരു സ്റ്റോറിലായി. സോ ഗൈസ് അവിടെ നമ്മുടെ മൂവി കണ്ടുപോലെ കോമിക്സിലാണെങ്കിലും മൂവീസിലാണെങ്കിലും അവിടെ ഹൾക്ക് ഒരു ഗ്ലാഡിയേറ്റർ ആയിട്ടാണ് സർക്കാരിൽ നിന്നിട്ടുള്ളത്. ഈ ഒരു വേൾഡ് വാർ ഹൾക്ക് സ്റ്റോറി ലൈനെ അതേപോലെ കുറച്ച് അഡാപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ തോർ റാഗ്നറോക്ക് മൂവിയിൽ എടുത്തിട്ടുള്ളത്. അപ്പം തോർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് തോർ റാഗ്നറോക്കിൽ നമ്മുടെ ഹൾക്ക് സർക്കാരിലോട്ട് വന്നിട്ട് 2 കൊല്ലമായിരുന്നു. ഈ 2 കൊല്ലം കൊണ്ട് ഹൾക്ക് അവിടെ ചിലപ്പോൾ വിട്ട് പോയി കാണും, ഒരു കുട്ടിയൊക്കെ ആയി കാണും. 2 കൊല്ലം മതി ഒരു കുട്ടിയൊക്കെ ആവാൻ. അത് ചിലപ്പോൾ ചെറിയ സ്റ്റോറി ലൈൻ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോമിക്സിൽ അവിടെ വെച്ച് തന്നെ ഹൾക്ക് എന്താണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ട്, കൈറ എന്നൊരു പെൺകുട്ടി. ചിലപ്പോൾ അതേ ഒരു സ്റ്റോറി ലൈൻ തന്നെ ചിലപ്പോൾ ഹൾക്കിനെ ബ്രൂസ് ബാനർ അറിഞ്ഞൂടെ ഒരിക്കലും ഹൾക്കായിരുന്ന സമയത്ത് എന്താ നടന്നതെന്ന്. ചിലപ്പോൾ ആ 2 കൊല്ലം തന്നെ ചിലപ്പം ഹൾക്ക് തന്നെ ചിലപ്പം MCUയിൽ തന്നെ കൈറ എന്നൊരു പെൺകുട്ടിയെ ആ ഒരു സർക്കാർ എന്നൊരു പ്ലാനറ്റ് തന്നെ കല്യാണം കഴിക്കുകയും അവിടെ ചിലപ്പോൾ നമ്മുടെ സ്കാർ എന്നൊരു കുട്ടി ഉണ്ടായി കാണും MCUയിൽ. ഇത് ജസ്റ്റ് എൻ്റെ ഒരു തിയറി മാത്രമാണ്, ഉറപ്പ് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇപ്പോൾ വരുന്ന റൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ TV സീരീസിൽ കണ്ട ആ ഒരു ഷീ ഹൾക്കിലുള്ള അതേ സ്പേസ്ഷിപ്പിനെ തന്നെ ഹൾക്കിൻ്റെ മകനും ഹൾക്കും കൂടെ നേരെ തിരിച്ച് സർക്കാരിലോട്ട് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ വേൾഡ് വാർ ഹൾക്ക് എന്നൊരു മൂവി അല്ലെങ്കിൽ TV സീരീസ് ആയിട്ട് വരുമെന്നാണ് ഇപ്പോൾ റൂമർ ഉള്ളത്. സോ ഗൈസ് എനിക്ക് തോന്നുന്ന ഒരു പോസിബിളി മിക്കതും TV സീരീസ് ആയിരിക്കും. കാരണം മറ്റേ റൈറ്റ്സിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് ഒരിക്കലും മൂവി ആക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ TV സീരീസ് ആണെങ്കിൽ അതിനും റൂമറുണ്ട് 3 പാർട്ടായിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഒരു വർഷം തന്നെ 3 ഭാഗങ്ങളായിട്ടായിരിക്കും ആ ഒരു TV സീരീസ് വരാൻ പോകുന്നതൊക്കെ റൂമറുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് പറയത്തില്ല, സംസാരമൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആണെങ്കിൽ കുറച്ചും കൂടെ സ്റ്റോറിയിൽ നമുക്ക് തള്ളിക്കൊണ്ട് പോകാനും പറ്റും. നല്ല കിടിലായിട്ട് എന്തായാലും ഹൾക്കിൽ എനിക്ക് കിടിലായിട്ട് കണ്ടാൽ മതി. അങ്ങനെ പ്രതീക്ഷ ഈ വീഡിയോയുടെ അവസാനിക്കും. സോ ഗൈസ് നിങ്ങൾക്ക് ഈ TV സീരീസിൻ്റെ ഈ ഒരു റൂമർ കണ്ടിട്ടും ഈ ഒരു സീനിയും കണ്ടിട്ട് എന്താ തോന്നുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് ഹൾക്ക് വേൾഡ് വാർ ഹൾക്ക് MC കാണണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക.